വെയിറ്റ് ഞങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങടാന്ന് അറിയണ്ടേ? അതിന്റെ പുറകില് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. നമ്മളിപ്പോ പോകുന്നത് വള്ളോമ്പുറത്തേക്കാണ് കേട്ടോ. ബസ്സിലാണ് കേട്ടോ പോകുന്നത്, അതും KSRTC. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 2-2.5 വർഷമായിട്ടുണ്ടാവും ബസ്സിൽ കയറി. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് രുദ്രാസ് ഫസ്റ്റ് ബസ്. വീട്ടിൽ ഞങ്ങൾ ചുമ്മാ ഇരിക്കല്ലേ, ഞങ്ങളെ പുറത്തൊന്നും കൊണ്ടുപോകണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പ്രസാദേട്ടാന്നൊക്കെ ചോദിച്ചു പ്രശ്നം. അപ്പൊ മൂപ്പര് പറഞ്ഞാണ് ഞങ്ങളുടെ കമ്പനിയുടെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കാൻ പോവാന്ന്. ആ കാണുന്ന കോളേജിലാണ് കേട്ടോ ഞാൻ ഡിഗ്രി പഠിച്ചത് ജംസ് കോളേജിലാണ്. ഈ ഡേയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് വന്ന ഡേ ആണ്. സോ വഴിയിലൊക്കെ ബ്ലോക്ക് ഉണ്ടായിരിക്കും, പ്രകടനം ഉണ്ടാവും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് ഒരു 4-4:15 ആയിട്ടുണ്ടാവും ഈവനിങ്. പിന്നെ നമ്മൾ വള്ളോമ്പുറത്ത് നിന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു ഇത് വള്ളോമ്പുറത്തിന് കുറച്ച് മുന്നായിട്ടുള്ള അത്താണിക്കലാണ്. സാധാരണ വന്ന ഓട്ടോറിക്ഷയ്ക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് കമ്പനിയുടെ ഉള്ളിലേക്ക് കയറി എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിന് പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഈ ഒരു ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നഴ്സറി ഉണ്ട് കേട്ടോ, ഗാർഡന്റെ മിറാക്കിൾ അഗ്രോ നഴ്സറി. എനിക്ക് പിന്നെ ഇതിൽ വലിയ പങ്കൊന്നും ഇല്ലല്ലോ, അതായത് ഈ വണ്ടിയെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. കയറിയിരിക്കും പോവും അത്രയൊക്കെ ഉള്ളൂ. ഇതാ നോക്കൂ, ഇതാണ് നമ്മുടെ വണ്ടി വെഡാ ദോസ്. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് മലയാളത്തിലെ ജൂലൈ 4 എന്ന് പറയുന്ന സിനിമയില് ദിലീപേട്ടന്റെ വണ്ടിയൊക്കെ ശരിയാക്കിയിട്ട് റൊമേനൊക്കെ കെട്ടുന്ന സീനില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇനിയിപ്പോ പോകുന്നത് എന്റെ കൂടെ PGക്ക് പഠിച്ച എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. സോ ഞാൻ പ്രസാദേട്ടനോട് പറഞ്ഞു വണ്ടി തിരിക്കൂ പ്രസാദേട്ട, ഇവിടെ അടുത്താണ്. ഷഹാനെ വിളിച്ചപ്പോ അവള് പറഞ്ഞത് ഇങ്ങോട്ട് വേഗം വാടി പാത്തുമ്മ എത്രയായി കണ്ടിട്ട്. ഇനി എന്റെ PG സ്റ്റോറി പറയാം. പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജിക്ക് PG ഉള്ളത് 2-3 കോളേജുകളിൽ മാത്രമാണ്. അതിലൊരു കോളേജിലാണ് ഞങ്ങൾ പഠിച്ചത്. ഷഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ ടോപ്പറൊക്കെ ആയിരുന്നു കേട്ടോ അവള്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഞാനോ എന്നൊരു ക്വസ്റ്റ്യൻ വരില്ലേ? യെസ്. അപ്പൊ സുരാജേട്ടൻ പറഞ്ഞ പോലെ ഞാനിതിന്റെ ഏതാണ്ട് അടുത്തൊക്കെ ആയിട്ട് വരും എന്നാണ് തോന്നുന്നത്. ഞാൻ അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവള് സമോസയും പപ്സും പഴംപൊരിയും ജ്യൂസും എല്ലാം റെഡിയാക്കി. ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഫോണിൽ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ പറയും പരസ്പരം നമ്മൾ വല്ലാണ്ട് ടോക്സിക് ആവുന്നുണ്ടോ. പക്ഷെ ഞങ്ങൾ അതിനെ കണ്ടിരുന്നത് ജീവിതത്തിലെ കൈപ്പേറിയ ഭാഗങ്ങളാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതെങ്ങനെ ടോക്സിക് ആവും? അപ്പൊ ഈ കേൾക്കുന്നവർ വിചാരിക്കും ഇത്രയേറെ കയ്പുണ്ടോന്ന്. കയ്പൊക്കെ ഉണ്ടെന്നേ, എല്ലാ ലൈഫിലും കാണുമല്ലോ അതൊക്കെ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ 8 ഗേൾസ് ആയിരുന്നു PGക്ക് പഠിച്ചിരുന്നത്. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് കാലം കുറെ, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എല്ലാവരും പറയണ പോലെ ഇൻഷാ അല്ലാ നടക്കുമായിരിക്കും അല്ലേ. അപ്പൊ പതിവൊന്നും തെറ്റിച്ചില്ല. നമ്മൾ 1-2 ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി കേട്ടോ. രുദ്ര വീണ്ടും കലിപ്പിലായിട്ടോ. ടാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ട് ടാറ്റ ഒന്നും കൊടുക്കുന്നില്ല. പൊതുവെ അവള് ടാറ്റൊക്കെ കൊടുക്കാറുള്ളതാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വണ്ടിയൊക്കെ തിരിച്ച് നമ്മൾ വീണ്ടും ഒരു ടാറ്റയും കൂടെ കൊടുത്തു കേട്ടോ. അവർക്ക് വന്നത് മലപ്പുറം വഴിയാണെങ്കിലും നമുക്ക് ഇനി മഞ്ചേരി വഴി പോവാന്ന് പറഞ്ഞു. അവിടെയും പല സ്ഥലത്തായിട്ട് പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ മങ്കട എത്തിയപ്പോ BJPയുടെ ഒരു പ്രകടനവും കണ്ടു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.